കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഖപ്രശമനദശാ നാമ കീയതേ ന കേ ലോകേ അസ്മിൻ അനിശം അയി ശോകാവിരഹിതാ ഭവദ്ഭക്താ മുക്താഃ സുഖഗതിം അസക്താ വിദധത്തെ. ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ്, ഗുരുവായൂരപ്പ, അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരമെടുത്ത ജീവികൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഈശ്വരകൃപ ലഭിച്ചവന് എന്തും നേടാവുന്നതാണ്. അങ്ങയുടെ കൃപ എന്നിലുണ്ടായാൽ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഹേ ഭഗവൻ, ഈ ലോകത്ത് നിസ്സംഗരും മുക്തരുമായ എത്രയെത്ര ഭക്തന്മാർ ഒരു ദുഃഖവുമില്ലാതെ പരമാനന്ദമായി കഴിയുന്നുണ്ടല്ലോ എന്നാണ് ആചാര്യൻ പറയുന്നത്. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നും മാത്രം മതി ആചാര്യൻ്റെ രോഗം മാറുവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം, അവിടുത്തെ ഒരു നേരത്തെ ഭജനം, അതല്ലെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കണ്ണുമുഴുക്കെ കണ്ണ് നിറയെ ആ ആനന്ദവിഗ്രഹം കണ്ടാൽ പൂർണ്ണമായി നമ്മുടെ ജീവിതം ധന്യമായി. അപ്പോൾ ദിനേ ദിനേ കാണുവാൻ കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവും തടസ്സവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇതാണ് ഗുരുവായൂരപ്പൻ രോഗം ആചാര്യൻ്റെ മാറ്റുവാണെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ആചാര്യന് എന്നും ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിയുമല്ലോ എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ.